ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്വന്തം പാവങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എടാ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഈ ഫുട്ബോളിന്റെ കണ്ടന്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അതായത് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. കാരണം എന്താ വെച്ചാൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ പ്ലേസ് നിങ്ങൾക്ക് അറിയാതെ ആയിരിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ മെയിൻ അക്കൗണ്ടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് മെയിലിൽ കയറണമെന്ന് വെച്ചാണെങ്കിലും കയറേണ്ടി വന്നു സാഹചര്യം. ഓക്കെ, അവിടെ അക്കൗണ്ട് ഇതാണ് മെയിൻ അക്കൗണ്ട്. ഓക്കെ, 40 കളിച്ചിട്ടുള്ളൂ. നമുക്ക് സ്കോഡ് കളിച്ചാൽ നമ്മൾ സ്കോഡ് തുടങ്ങിയത് നമ്മുടെ റൊണാൾഡീനി കണ്ടു. പഠിച്ച റൊണാൾഡീനി ഉണ്ട്, മാർസെല്ലോ ഗോൾ കീപ്പർ. ഇതാണ് റൊണാൾഡീനി ബ്ലൂസ് കളർ. കുറച്ച് പൈസ പൊട്ടിച്ചിട്ട് വന്നു ഇതിൽ നമുക്ക് കിട്ടി. പിന്നെ ലോറിസിന്റെ ഒരു ഗോൾ കീപ്പർ കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലോറിസ് കിട്ടി. പിന്നെ നമ്മുടെ മാർസെല്ലോയുടെ ഈ ഒരു 105 പോലെ ഫുൾ ബാക്ക് ഫിനിഷറാണ്. ആളെ കിട്ടിയ എടാ വെറുത്ത് എന്ന് പറയുന്നത് വെറുത്താട്ടോ. ആള് കിട്ടി കഴിഞ്ഞ് വെറുത്താണ്. നെയ്ബറുകളും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ആളാണ് ബാക്കില്. ഇതാണ് എന്റെ സ്കോഡ്. വല്ലതും എല്ലാ അഭിപ്രായം പറയാണ്ടി കമന്റിൽ കമന്റിയുടെ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം. പിന്നെ നമ്മള് റൊണാൾഡോനെ കണ്ട ഞാൻ ആ റൊണാൾഡോയുടെ ബാക്ക് എടുത്ത് കണ്ട അതിന് 2000 കോഴ്സ് വെച്ചിട്ട് പോർച്ചുഗലിന്റെ ബാക്ക് എടുത്തു. പിന്നെ നമ്മുടെ ഫ്രാൻസിന്റെ ബാക്ക് കൂടെ എടുത്തിട്ടുണ്ട്. ദശാംശമാണ് നമ്മുടെ കോച്ച് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാൻ വേണ്ടി നമ്മുടെ ഇത് സംഭവിച്ചാണ് പുറത്തെ സംഭവം. കുറച്ച് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാലോ. അത്യാവശ്യം ഒരു പ്ലേയേഴ്സ് നമുക്ക് ഉണ്ട് ഇതില്. നമുക്ക് ഒരു പ്ലെയർ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇതാണ്. ഓക്കെ, ഒലിവർ ഗാനുണ്ട്, മെസ്സിക്ക് മെച്ച്, ഓൾമർ, സിൽവർ സ്റ്റാൻ. ഓക്കെ, ഇതാണ് കോച്ച് മറ്റേ ഡെയിലി ഗെയിമില്. ബാർലുണ്ട്, ഡിഫുണ്ട്, റോഡ്രി, സാലെ. അത്യാവശ്യം അടിപൊളി വെത്തായിട്ടൊരു നമ്മുടെ ഒരു സ്കോഡാണ് ഇത് എന്ന് പറയുന്നത്. മെയിൻ അക്കൗണ്ട് എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട് മൊത്തത്തില്. ഇവിടെ 3ാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബാപ്പി പോർച്ചുഗലിന്റെ ബാക്ക് എടുത്ത ഒരു ഇതാണ്. ഏത് അക്കൗണ്ട് എംബാപ്പയുടെ പോർച്ചുഗലിന്റെ ബാക്ക് മാത്രം, വേറെ പ്ലേസ് ഒന്നുമില്ല. അതാണ് 3ാമത്തെ അക്കൗണ്ട്. 2ാമത്തെ അക്കൗണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിഡിൽ ക്ലാസ് അക്കൗണ്ട് പറയാം. ഓക്കെ, എന്താ നമുക്ക് ഒരു മാച്ച് കളിക്കാല്ലേ. ഒരു മാച്ച് കളിച്ചാൽ നിങ്ങൾക്ക് ലാഗമല്ലേ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാതെ. പിന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോ കൂടെയാണ്. മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ വേണം. കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ബാക്ക് മാനേജ്. പുതിയൊരു ടീമിൽ കണ്ടത് 66 പ്ലേയേഴ്സാണ് നമുക്കിനി ഉള്ളത്. ബാക്കിയൊക്കെ ഞാൻ സ്വിച്ച് ചെയ്തെടുത്തു. ഇപ്പൊ ഞാൻ ഇത് സ്വിച്ച് ചെയ്തില്ല നെയ്ബറിന് വേണ്ടിയിട്ട്. എനിക്ക് അത്ര വർത്തായിട്ട് തോന്നുന്നില്ല. ഓവർ റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇരുവേ നമുക്ക് അതിന് അതവിടെ കണക്കട്ടെ. നമ്മൾ എന്തായാലും ബാക്ക് ഔട്ട് ചെയ്തില്ല അതിന്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഡിയ. താല്പര്യമുള്ളവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് ഫ്രണ്ട്ലി മാച്ച് വേണ്ടി കളിക്കുന്നതാണ്. ഇവിടെ കണ്ടന്റ് ആയിട്ട് ഇടുന്നതാണ്. ഇതിപ്പോ നമ്മുടെ ഫ്രണ്ട്ലി മാച്ചോ അക്കൗണ്ടില് ബാക്ക് ഓപ്പൺ ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി യൂട്യൂബിന്റെ അവിടെ കൊടുത്തേക്കാം. ചെയ്തേക്കാം. ഓക്കെ, യൂട്യൂബിലെ ഐഡിയുടെ അടിയിലായിട്ട് ഇൻസ്റ്റാഗ്രാം പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അതിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ കാണുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്ലി മാച്ചോ ബാക്ക് ഓപ്പൺ ചെയ്യാനുണ്ടോ സേഫ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് എന്തായാലും തരുന്നതാണ്. ഓക്കെ, അതോടത്ത് ഒരു പേടിക്കേണ്ട. ഓക്കെ, ഇതാണ് എടാ നമ്മുടെ പോർച്ചുഗലിന്റെ ബാക്ക് എടുത്തോണ്ട് തന്നെ നമുക്ക് ഈ പോർച്ചുഗലിൽ കിട്ടിയോണ്ട് ഈ ഇതിൽ കളിക്കാൻ മൊത്തം പ്ലേസ് ഉണ്ടാവും. പിന്നെ പോർച്ചുഗലിന്റെ ബാക്കിൽ വെറുത്ത് എന്ന് പറയാനാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ബെൻഡാസില്ല, ലോനോനാസ്, അത് കുഴപ്പമില്ല. പിന്നെ ജാവോ ഫിലിക്സ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ബ്രൂണോ ഫെർണാണ്ടസ് അത്ര കുഴപ്പമില്ലാന്ന് വേണമെങ്കിൽ പറയാം. ഷൂട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, പാസ്സൊക്കെ പറ്റും വേണമെങ്കിൽ. പിന്നെ വിക്കീന് കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വിക്കീന്. ബാക്കിയുള്ളവർ കുഴപ്പമില്ലാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഗെയിം ലൈനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പോർച്ചുഗൽ പ്ലേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകും. ഓക്കെ, പിന്നെ ലിയോയുടെ കാർഡ് നമുക്ക് ഡെയിലി ഗെയിമിൽ പണ്ടത്തെ കിട്ടിയതാണല്ലോ. മറ്റേ നമ്മുടെ റൗളില് അത് കിട്ടിയതാണ്. പിന്നെ എനിക്കൊരു ജലദോഷമാണ്, അതായത് ഒരു മിസ്റ്റേക്കൊക്കെ വരാം.
ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകാം ഗൈസ്. ആദ്യം തന്നെ നമ്മുടെ കോച്ചിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കളി തുടങ്ങുന്നത്. ചിലപ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് അവസാനം കാണിക്കാം. ഓക്കെ, ഇവിടെ കളിയുടെ കുറച്ച് ഭാഗം കാണിച്ചിട്ട് അവസാനത്തിലേക്ക് കാണിക്കാം. നമുക്ക് ഫിലിക്സ് ആണ്, ഫിലിക്സ് വെൻഡേഴ്സ് കൊടുക്കാം. ഓക്കെ, വെൻഡേഴ്സ് ആണ്, വെൻഡേഴ്സ് ത്രോ വെൻഡേഴ്സ് പൊസിഷൻ ചെയ്ത് കളിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് കൊടുക്കാം. വരാം. ഓക്കെ, വിറ്റീന് കൊടുത്തിട്ട് ജാവനേഴ്സ്, ബ്രൂണോ ഫെർണാണ്ടസ്. ഓക്കെ, റൊണാൾഡോ അടിച്ചു. ഓ, ഓക്കെ, പ്രഷർ ചെയ്യാം. നിങ്ങൾ എന്തായാലും മാച്ച് കാണും. റൊണാൾഡോ അടിച്ചു. ഓക്കെ, ഒരു സൂങ്ങിടം അതാര സ്കിപ്പാക്കി. ഓക്കെ,